കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 6 യൂണിറ്റ് 2 ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ് എന്ന ഫസ്റ്റ് ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Here is a story about a young boy who made an invention that saved his village from hunger. ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ ബാലൻ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ട് ആ ഗ്രാമത്തിനെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അങ്ങനെയുള്ളൊരു കഥയാണ് നമ്മൾ താഴെ വായിക്കാൻ പോകുന്നത്. പതിവ് പോലെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ പാഠം എഴുതിയവരെ കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് വാസ് co-authored ബൈ വില്യം കാംക്വാംബ ആൻഡ് ബ്രയാൻ മില്ലർ. ഈ ചിത്രത്തിൽ കാണുന്ന രണ്ടു പേരാണത്. ഓക്കെ, ആദ്യം കാണുന്ന വ്യക്തിയാണ് വില്യം കാംക്വാംബ, രണ്ടാമത്തെ വ്യക്തിയാണ് ബ്രയാൻ മീലർ. വില്യം കാംക്വാംബ was born near the village of Wimbe in Malawi. He became popular in his country in 2001 when he built a wind turbine from thrash. It powered electrical appliances in his home. He is a TED Fellow and has spoken at conferences and universities around the world. 1987 മാലാവിയിലെ വിംബെ എന്ന ഗ്രാമത്തിനടുത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. 2001 പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചൊരു കാറ്റാടി യന്ത്രം നിർമ്മിച്ചതോടെയാണ് അദ്ദേഹം സ്വന്തം രാജ്യത്ത് പ്രശസ്തനാകുന്നത്. അദ്ദേഹം നിർമ്മിച്ച ആ യന്ത്രം തൻ്റെ വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു ടെഡ് ഫെലോ ആണ്. കൂടാതെ ലോകമെമ്പാടുമുള്ള സർവകലാശാലയിലും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലൊക്കെ ഇദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് TED ടെഡ് ഫെലോ എന്ന് കാണാം. ഹി ഈസ് എ ടെഡ് ഫെലോ. എന്താണ് ഈ TED എന്ന ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ്, ഡിസൈൻ. ഓക്കെ, അപ്പം ഇത് സാധാരണ അറിയപ്പെടുന്നത് ടെഡ് ടോക്ക് എന്നാണ്. അതായത് പ്രശസ്തരായ ആളുകൾ അവരുടെ ആ പ്രശസ്തിയിൽ എത്തിച്ചേരാൻ അവർക്കുണ്ടായ അനുഭവം, അവർക്കുണ്ടായ ചിന്തകൾ, പിന്നെ അവരുടെ നേട്ടങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും പങ്കുവെക്കുന്നൊരു വേദി. അവരതിനെക്കുറിച്ച് അവിടെ വന്ന് സംസാരിക്കും, ജനങ്ങളോട് സംസാരിക്കും, അവിടെ ഒത്തുചേരുന്നവരോടൊക്കെ സംസാരിക്കും. ചെറിയ പ്രസംഗമായിരിക്കും, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കാര്യങ്ങളൊക്കെ പറയും. അപ്പം അങ്ങനെ പലരും അവിടെ വരും. പല മേഖലകൾ, സിനിമ, ഡ്രാമ, മ്യൂസിക്, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ളവർ അവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നവരെയാണ് ഈ ടെഡ് ഫെലോ എന്ന് അറിയപ്പെടുന്നത്. ബ്രയാൻ മീലർ is an American author and journalist who has written several books including All Things Must Fight to Live and Mug City. The Boy Who Harnessed the Wind was made into a film with the same title in 2019 by Chiwetel Ejiofor. ബ്രയാൻ മീലർ ഒരു അമേരിക്കൻ എഴുത്തുകാരനും പിന്നെ പത്രപ്രവർത്തകനുമാണ്. ഇദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഓൾ തിങ്സ് മസ്റ്റ് ഫൈറ്റ് ടു ലിവ് ആൻഡ് മഗ് സിറ്റി, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രണ്ട് കൃതികളാണ്. പിന്നെ ഇവിടെ പറയുന്നു ചിവെലെറ്റ് എജിയോഫോർ. ചിവെലെറ്റ് എജിയോഫോർ എന്ന് പറയുന്നത് ഒരു സംവിധായകനും നടനുമായ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ് എന്ന ഈ പുസ്തകം ഇതേ പേരിൽ 2019 ഒരു സിനിമ സംവിധാനം ചെയ്തു. ഈ പാഠത്തിൻ്റെ ഹെഡിങ് ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. ഹാർനസ്ഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പ്രയോജനപ്പെടുത്തുക, ഉപയോഗിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ദ വിൻഡ്, അതായത് കാറ്റിനെ പ്രയോജനപ്പെടുത്തിയ ഒരു ബാലൻ്റെ കഥയാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി, എ പുവർ കൺട്രി ഇൻ ആഫ്രിക്ക, പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ് ദെയർ ഹോംസ്. ദരിദ്ര രാജ്യമായ ആഫ്രിക്കയിലെ ഒരു ചെറിയ ഗ്രാമമാണ് മലാവി. അവിടുത്തെ ജനങ്ങളൊക്കെ വളരെ പാവങ്ങളായിരുന്നു. അതുകൊണ്ട് അവരുടെ അടുത്ത് അധികം പണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാരണം കൊണ്ട് ഇവരുടെ വീടുകളിലൊന്നും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ല, ലൈറ്റില്ല. സോ ദ വില്ലേജേഴ്സ്, മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ്, വെന്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. അപ്പോൾ ചെറിയ കർഷകരാണ്, അതായത് ചെറിയ രീതിയിലുള്ള കർഷകർ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവരെന്ത് ചെയ്യും?
ഇരുട്ട് വീണാൽ ഉടനെ വേഗം തന്നെ കിടന്നുറങ്ങും. ബട്ട് ഫോർ വില്യം എ യങ് ബോയ് ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. വില്യം എന്ന ഈ കൊച്ചു ബാലനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട് എന്നത് സ്വപ്നം കാണാനുള്ള ഒരു സമയമായിരുന്നു അവന്. ഹി ഡ്രീംഡ് ഓഫ് പുട്ടിംഗ് ടുഗദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം എപ്പാർട്ട്. അവൻ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നതും അവ അഴിച്ചു മാറ്റുന്നതും ഇതൊക്കെയായിരുന്നു ഇവന്റെ സ്വപ്നം. ഈ ചിത്രത്തിൽ കണ്ട വില്യം എന്ന ഈ ബാലൻ രാത്രിയായാലും ഉറങ്ങില്ല. അവൻ്റെ കയ്യിലുള്ള ടോയ്സും റേഡിയോ ഇതൊക്കെ പൊളിക്കും, പിന്നും അസംബ്ലിയും ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. ഹി കെപ്റ്റ് ടോയ് ട്രക്സ് വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ്. അതായത് ഇവൻ്റെ അടുത്ത് കുറേ ടോയ്സ് ഉണ്ട്, ട്രക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കാറ്, അതിൻ്റെ ഒക്കെ വീല് ബോട്ടിലിൻ്റെ ക്യാപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഇവൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഇവൻ സൂക്ഷിച്ചു വെക്കും. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ ദ റേഡിയോ. ഇവൻ റേഡിയോയിലൂടെ മ്യൂസിക് എല്ലാം കേൾക്കും, പാട്ട് വലിയ ഇഷ്ടം ഇവന്. അപ്പോൾ അതൊക്കെ ഇവനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. വേർ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഹി വുഡ് വണ്ടർ. ഇവനിങ്ങനെ അതിശയിക്കും, ഈ സംഗീതജ്ഞന്മാരും ഈ പാട്ട് പാടുന്നവരൊക്കെ എവിടെയാണ് ഉള്ളതെന്ന്. അതായത് റേഡിയോൻ്റെ ഉള്ളിൽ കൂടെ പാട്ട് കേൾക്കുകയാണല്ലോ, അപ്പം അങ്ങനെ വിചാരിക്കും എവിടെയാണ് ഇവരൊക്കെ ഉള്ളതെന്ന്. ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ് ദം. അവരെ കണ്ടെത്താനായിട്ട് ഇവൻ എന്ത് ചെയ്യും, ഈ പഴയ റേഡിയോ ഒക്കെ കിട്ടിയാൽ അതൊക്കെ പൊളിച്ചു നോക്കും, ഇവരൊക്കെ അവിടെ അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആസ് ഹി ലേ എവേക്ക് ഹിസ് ഗ്രാൻഡ് പാസ് ടെയിൽസ് ഓഫ് മാജിക് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്. ഉറക്കമില്ലാതെ അവനിങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ വലിയപ്പച്ചൻ പറഞ്ഞു കൊടുത്ത ആ മാന്ത്രിക കഥകൾ അവൻ്റെ മനസ്സിലൂടെ അങ്ങനെ മിന്നി മറിയുമായിരുന്നു. അതാണ് ഫ്ലാഷ്ഡ് ത്രൂ ഹിസ് മൈൻഡ്, മിന്നി മറിയുമായിരുന്നു. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറീസ് സീംഡ് ടു ത്രിൽ ബിഫോർ ഹിസ് ഐസ്. അതായത് കഥകളിലെ ഈ പ്രേത നർത്തകർ, അതായത് ഡാൻസ് കളിക്കുന്ന പ്രേതങ്ങൾ തൻ്റെ കൺമുമ്പിലൂടെ ഇങ്ങനെ വട്ടം ചുറ്റി നൃത്തം ചെയ്യുന്നത് പോലെ അവന് ഇങ്ങനെ തോന്നുമായിരുന്നു. ആസ് വില്യം വർക്ക്ഡ് ഇൻ ദ ഫീൽഡ്സ് അറ്റ് ഡോൺ ഹി ഇമാജിൻഡ് ഹി കുഡ് സീ മാജിക്കൽ ബീയിങ്സ് എമംഗ് ദ റോസ് ഓഫ് മെയ്സ്. അങ്ങനെ പുലർച്ചെ, ഡോൺ എന്ന് പറഞ്ഞാൽ വളരെ പുലർച്ചെ, പാടങ്ങളിൽ ഇവൻ പണിയെടുക്കാൻ പോകും. അപ്പോൾ ഈ പണിയെടുക്കുന്ന സമയത്ത് ഈ ചോളത്തോട്ടം ഇങ്ങനെ വരി വരിയായിട്ട് നട്ടിരിക്കുകയാണല്ലോ. ഈ നിരകൾക്ക് ഇടയിലൊക്കെ മാന്ത്രിക രൂപങ്ങൾ, അതായത് മാജിക്കൽ ബീയിങ്സ്, ഈ മാന്ത്രിക രൂപങ്ങൾ കാണുന്നതായിട്ട് അവൻ സങ്കല്പിക്കും. ഹി ഇമാജിൻഡ്, അവൻ അങ്ങനെ സങ്കല്പിക്കും. ആസ് ട്രക്സ് റംബിൾഡ് അക്രോസ് ദ പാത്ത് ഹി വണ്ടേർഡ് ഹൗ ദെയർ എൻജിൻസ് മേഡ് ദം ഗോ. അങ്ങനെ ട്രക്സ് റംബിൾഡ് എന്ന് പറയുമ്പോൾ വളരെ ഗർജിക്കുന്ന ശബ്ദം, വളരെ ഭയങ്കര ശബ്ദത്തോടു കൂടെയാണ് അതിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുക. വലിയ വലിയ ട്രക്കാണ്. അപ്പോൾ ആ ട്രക്കൊക്കെ ഇങ്ങനെ ഈ വയലിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവനിങ്ങനെ അത്ഭുതത്തോടെ ആലോചിക്കും, എന്ത്, എങ്ങനെയാണ് അവയെ ചലിപ്പിക്കുന്നത്, ഈ എൻജിനൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ട്രക്കൊക്കെ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ ആലോചിച്ച് അത്ഭുതപ്പെടും. ലുക്ക് വേർ യു ത്രോ യുവർ ഹൂ his father would shout, shaking him out of his dreamy thoughts. എന്താണ് ഈ HOE ഹൂ എന്ന് പറഞ്ഞ വാക്ക്? ഇതിൻ്റെ അർത്ഥം നമ്മൾ മണ്ണൊക്കെ കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന മൺവെട്ടി, അല്ലെങ്കിൽ തൂമ്പ, അല്ലെങ്കിൽ കൈക്കോട്ട്, ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഇവൻ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ പണിയെടുക്കുന്നത്. അപ്പം ശരിയായ സ്ഥലത്തൊന്നല്ല ഇവൻ കൊത്തുന്നത്. ഇത് കണ്ടിട്ട് ഇവൻ്റെ അച്ഛൻ ഇവനെ കുലുക്കി വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ലുക്ക് വേർ യു ത്രോ യുവർ ഹോ. നോക്കി പണിയെടുക്ക്, നോക്കി കൊത്ത്, അല്ലെങ്കിൽ എവിടെയാണ് കൊത്തുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കൂ എന്നൊക്കെ എൻ്റെ അച്ഛൻ ഇവനോട് പറയാണ്. ബട്ട് ദ മാജിക്കൽ ബീയിങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. അങ്ങനെ വില്യമിൻ്റെ ഭാവനയിലുള്ള ആ മാന്ത്രിക ജീവികൾക്ക് മഴ പെയ്യിപ്പിക്കാൻ കഴിഞ്ഞില്ല. വിതൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോച്ച്ഡ് ദ ഫീൽഡ്സ്. അങ്ങനെ സൂര്യൻ ഭയങ്കരമായിട്ട് കത്തി ജ്വലിക്കുകയാണ്. ഭയങ്കരമായ ചൂടാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് വെള്ളമില്ല, വയലൊക്കെ ഉണങ്ങിപ്പോയി. ദ ഫാമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെന്റ് അൺആൻസേർഡ്. ഈ കർഷകരൊക്കെ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അതിനൊന്നും ഒരു ഫലം കിട്ടിയില്ല. ദ റോസ് ഓഫ് മെയ്സ് ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. അങ്ങനെ വളർന്നു നിന്ന ചോളച്ചെടികളൊക്കെ ഉണങ്ങിപ്പോയി. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റവ്. അങ്ങനെ ഭക്ഷണമില്ല. അങ്ങനെ ആ ഗ്രാമത്തിലെല്ലാവരും പട്ടിണിയിലാവാൻ തുടങ്ങി. Soon William's father gathered the children and said, "From now on, we eat only one meal per day. Make it last." അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വില്യമിൻ്റെ അച്ഛൻ എല്ലാ മക്കളെയും കൂട്ടി വരുത്തി. എല്ലാവരെയും കൂട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നമ്മൾ ദിവസവും ഒരു നേരം മാത്രമേ ആഹാരം
കഴിക്കൂ, അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും വേണം. In the evenings, they sat around the lantern and ate their handful of food, watching hungry people pass like spirits along the roads. ഇവിടെ എന്താ പറയുന്നത്? സന്ധ്യാസമയങ്ങളിൽ അവർ ഒരു മണ്ണെണ്ണ വിളക്കിന് ചുറ്റും ഇരുന്നിട്ട് അവർക്ക് ലഭിച്ച ആ ഒരു കൈ നിറയെ ഫുഡ്, അത് അത്രേ കിട്ടിയിട്ടുള്ളൂ, ഹാൻഡ്ഫുൾ ഓഫ് ഫുഡ്, ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കാനുള്ള ഭക്ഷണമേ കിട്ടിയിട്ടുള്ളൂ, അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്താ കാണുന്നത്? മനുഷ്യർ വഴികളിലൂടെ, അതായത് വിശപ്പ് കൊണ്ട് വലഞ്ഞ മനുഷ്യർ ഈ വഴിയിലൂടെ അങ്ങനെ പ്രേതങ്ങളെപ്പോലെ അങ്ങനെ നടന്നു പോകുന്നത് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രേതങ്ങളെപ്പോലെ പറയാൻ കാരണം എന്താ വെച്ചാൽ വിശപ്പ് കൊണ്ട് വല്ലാതെ അങ്ങോട്ട് മെലിഞ്ഞ് അസ്ഥി കൂടായിട്ടുണ്ട് ആൾക്കാരൊക്കെ. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു പ്രേതങ്ങളെപ്പോലെ തോന്നുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മണി ഓൾസോ ഡിസപ്പിയർഡ് വിത്ത് ദ റെയിൻ. ഇവിടെ മഴയുടെ കൂടെ തന്നെ പണവും പോയി, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അതായത് മഴയില്ലാത്തതുകൊണ്ട് കൃഷിയില്ല, കൃഷിയൊക്കെ നശിച്ചു. കൃഷി നശിച്ചത് കാരണം പൈസയില്ല. അപ്പം മഴ ഇല്ല, അതോടുകൂടെ പൈസയുമില്ല. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. ചില ഭാഗ്യമുള്ള കുട്ടികൾക്ക് മാത്രം സ്കൂളിൽ പോകാൻ സാധിച്ചു. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. അങ്ങനെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരിൽ ഒരാളായിരുന്നു ഈ വില്യം. അതാണ് ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറഞ്ഞത്. ഫോർ വീക്സ് ഹി സൾട്ട് അണ്ടർ എ മാംഗോ ട്രീ. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ കണ്ടോ, സൾട്ട്. ഇതിൻ്റെ അർത്ഥം വിഷാദിച്ചിരിക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ ആഴ്ചകളോളം ആ ഗ്രാമത്തിലുള്ള ഒരു മാവിൻ്റെ ചുവട്ടിൽ അവൻ അങ്ങനെ വിഷാദിച്ചിരുന്നു. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. അപ്പോഴാണ് ഇവന് ഓർമ്മ വരുന്നത്, ആ റോഡിലൂടെ അങ്ങ് താഴോട്ട് പോയാൽ അവിടെ ഒരു ലൈബ്രറി ഉള്ള കാര്യം. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻ പിക്ചേഴ്സ്. അങ്ങനെ ഇവൻ ലൈബ്രറിയിൽ പോയി, അവിടെ ഇവന് കുറച്ച് ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ കിട്ടി. അതിലൊക്കെ നല്ല വളരെ മനോഹരമായ ചിത്രങ്ങളും ഇവന് കാണാൻ സാധിച്ചു. വിത്ത് സം ഡിഫിക്കൽറ്റി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടെ അവൻ വായിക്കാൻ തുടങ്ങി. കാരണം ഇവന് വായന കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിക്കും സ്കൂളിൽ പോയില്ലല്ലോ, ഡ്രോപ്പ് ഔട്ട് അല്ലേ, ആ കാരണം കൊണ്ട് വായന കുറച്ച് പ്രയാസമാണ്. എങ്കിലും അവൻ വളരെ പ്രയാസപ്പെട്ട് വായന തുടങ്ങി. സൂൺ ഹി ലേൺഡ് ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അങ്ങനെ അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നത്. അതായത് ഈ എൻജിൻസ് മുഖാന്തരം, യന്ത്രങ്ങൾ മുഖാന്തരം ഈ വലിയ വലിയ ട്രക്കൊക്കെ എങ്ങനെയാണ് നീങ്ങുന്നതെന്നും ഈ റേഡിയോ എങ്ങനെയാണ് ഈ സിഗ്നൽ വഴി ഈ മ്യൂസിക്കിനെയൊക്കെ ആകാശത്ത് നിന്ന് പിടിച്ചെടുത്തിട്ട് നമുക്ക് അത് റേഡിയോയിലൂടെ കേൾക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവാൻ തുടങ്ങി. ബട്ട് വാട്ട് അട്രാക്റ്റഡ് ഹിം ദ മോസ്റ്റ് വാസ് ദ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. അങ്ങനെ ഇവൻ ലൈബ്രറിയിൽ പോയിട്ട് ഇങ്ങനെ ഓരോ പുസ്തകങ്ങളും നോക്കി, അങ്ങനെ ശാസ്ത്ര പുസ്തകം കിട്ടി, അതിൽ വളരെ ആകർഷകമായ ചിത്രങ്ങൾ അവൻ കണ്ടു തുടങ്ങി. അങ്ങനെ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവനെ ആകർഷിച്ച ഒരു ചിത്രമാണ് ഒരു വലിയൊരു യന്ത്രത്തിൻ്റെ ചിത്രം. അത് അവൻ കണ്ടിട്ടുള്ള വളരെ ഉയരം കൂടിയ മരത്തിനേക്കാളും ഉയരത്തിലുള്ള ഒരു യന്ത്രം. ഓക്കെ, ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് ഫാൻ. അങ്ങനെ ഈ ഫാന് പോലെ, ഫാൻ്റെ വിങ്സ് പോലെ, ബ്ലേഡ് പോലെ വളരെ വലിയ വലിയ ബ്ലേഡ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് ലുക്ക് ലൈക്ക് എ ജയന്റ് പിൻവീൽ. അങ്ങനെ വലിയൊരു ജയന്റ് പിൻവീൽ പോലെ, അതൊരു കളിപ്പാട്ടം പോലെ തോന്നിയവന്. വില്യം റെഡ് ഓൺ. അങ്ങനെ വില്യം അങ്ങനെ വായിച്ചു തുടങ്ങി. ഓക്കെ, അവനങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് വായിച്ചു. ഹി ലേൺ ദാറ്റ് ഇറ്റ് വാസ് എ മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ആൻഡ് പമ്പ്ഡ് വാട്ടർ. അങ്ങനെ അവന് ഒരു കാര്യം മനസ്സിലായി, ഈ യന്ത്രം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും അത് പിന്നെ വെള്ളം പമ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഇതെന്ന് അവൻ മനസ്സിലാക്കിയെടുത്തു. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. അങ്ങനെ വില്യം കണ്ണുകളൊക്കെ പൂട്ടി. അവന് ഈ സ്വപ്നം കാണുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. ഹി സോ ദ മെഷീൻ ഡ്രോയിങ് കോൾഡ് വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. അങ്ങനെ വളരെ കുളിർമയുള്ള വെള്ളം ഈ മെഷീൻ ഭൂമിക്കടിയിൽ നിന്ന് അങ്ങനെ വലിച്ച് പുറത്തേക്ക് പമ്പ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവൻ കാണാൻ തുടങ്ങി. ദ വാട്ടർ ഗഷ്ഡ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ്സ് ടേണിംഗ് ദ മെയ്സ് ടോൾ ആൻഡ് ഗ്രീൻ. അങ്ങനെ ഈ പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം ആ വയലിലൂടെയൊക്കെ അങ്ങനെ പരന്ന് ഒഴുകാൻ തുടങ്ങുന്നതും ആ ചോളച്ചെടികളൊക്കെ വളർന്ന് വലുതാവാൻ തുടങ്ങുന്നതും അങ്ങനെ പാടം മുഴുവൻ അങ്ങനെ പച്ച നിറമായി മാറുന്നതും ഒക്കെ ഇവൻ സ്വപ്നം കാണാൻ തുടങ്ങി. ദ വിൻഡ്മിൽ വാസ് മോർ ദാൻ എ മിഷൻ. ഈ കാറ്റാടി യന്ത്രം വെറും ഒരു യന്ത്രം മാത്രമായിരുന്നില്ല, പിന്നെയോ ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. ഈ പട്ടിണിക്കെതിരെ പോരാടാനുള്ള ഒരു ആയുധം കൂടിയായിരുന്നു ഈ യന്ത്രം. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പേർഡ് ടു ഹിംസെൽഫ്.
വില്യം അവനോടായിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ് എന്ന്. ഞാനൊരു വൈദ്യുതി കാറ്റുണ്ടാക്കുമെന്ന്. പക്ഷേ ഈ വൈദ്യുതി കാറ്റ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. വൈദ്യുതി കാറ്റുണ്ടാവും, അങ്ങനെ ഒരു കാറ്റില്ലല്ലോ. പക്ഷേ അത് ഉദ്ദേശിച്ചത് എന്താണ്? കാറ്റ് ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കും എന്നാണ്. ദ ജങ്ക് യാർഡ് ഇൻ ദ വില്ലേജ് വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. അങ്ങനെ ആ ഗ്രാമത്തിലെ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലം, അതാണ് ജങ്ക് യാർഡ്. ആ സ്ഥലം ഇവന് വലിയൊരു നിധി ശേഖരിച്ചു വെച്ചൊരു സ്ഥലം പോലെയാണ് ഇവന് തോന്നിയത്. ഓക്കെ, ഹി ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. തൻ്റെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന പല സാധനങ്ങളും അവൻ അവിടെ നിന്ന് കണ്ടെത്തി. സം തിങ്സ് ഹി കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ലൈക്ക് എ ട്രാക്ടർ ഫാൻ ഓർ സം പൈപ്പ്. അതായത് ചില പൈപ്പിൻ്റെ കഷ്ണങ്ങൾ, ട്രാക്ടറിൻ്റെ ഫാന്, ഇതൊക്കെ അവിടെ നിന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് എടുത്താൽ മതിയായിരുന്നു. അതർ തിങ്സ് ലൈക്ക് ബെയറിങ്സ് ആൻഡ് ബോൾട്ട്സ് ഹി ഹാഡ് ടു റിമൂവ്. പക്ഷെ ബെയറിങ്ങുകൾ, ബോൾട്ടുകൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചില സംഗതികളിൽ നിന്ന് അഴിച്ചെടുക്കേണ്ടതായിട്ട് വന്നു. ഹി ഹാഡ് ടു സ്ട്രെയിൻ എവറി മസിൽ ഇൻ ഹിസ് ബോഡി. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട്, ഈ അഴിച്ചെടുക്കാനായിട്ട് അവൻ്റെ ശരീരത്തെ വളരെയധികം ആയാസപ്പെടുത്തേണ്ടി വന്നു, വളരെയധികം ശ്രമിക്കേണ്ടി വന്നു. കാരണം അതൊക്കെ വളരെ പഴയ സാധനങ്ങളൊക്കെ, അപ്പോൾ തുരുമ്പ് പിടിച്ച് ടൈറ്റായി കിടന്നുണ്ടാവും. അപ്പം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അതൊക്കെ അടിച്ചെടുത്തത്. അതാണ് അവിടെ പറയുന്നത് ഹി ഹാഡ് ടു സ്ട്രെയിൻ എവറി മസിൽ ഇൻ ഹിസ് ബോഡി എന്ന് പറയാൻ കാരണം അതാണ്. ദ വീൽ ഫോർ ദ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. അങ്ങനെ ഈ ഇലക്ട്രിക് വിൻഡിന് ഉണ്ടാക്കാനുള്ള, ഈ യന്ത്രം ഉണ്ടാക്കാനുള്ള ആ വീല് കിട്ടുക എന്നുള്ളത്, ആ വലിയ വീല് വേണമല്ലോ, അത് കിട്ടുക വലിയ പ്രശ്നമായിരുന്നു. ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. പക്ഷേ വളരെയധികം പരിശ്രമിച്ചതിന് ശേഷം അത് കിട്ടി. വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസിക്കിൾ. അവർക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിൻ്റെ ഒരു വീല് അതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് അച്ഛൻ അവന് കൊടുത്തു. അപ്പോൾ അവനത് അഴിച്ചെടുത്തു. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അത് വലിയൊരു ത്യാഗമായിരുന്നു. എന്താ കാരണം? ദ ബൈസിക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. ആ കുടുംബത്തിനുള്ള ഏക വാഹനം എന്ന് പറയുന്നത് ഈ ഒരു സൈക്കിളാണ്. അതിൻ്റെ വീലാണ് അച്ഛൻ അഴിച്ചു കൊടുത്തത് ഈ യന്ത്രം ഉണ്ടാക്കാനായിട്ട്. ഗോ എവേ, വില്യം ഷൗട്ടഡ് ടു ദ ബേർഡ്സ് ആൻഡ് സ്പൈഡേഴ്സ് വിച്ച് ഹാഡ് മെയ്ഡ് ദ ജങ്ക് യാർഡ് ദെയർ ഹോം. അങ്ങനെ വില്യം ജങ്ക് യാർഡിലെത്തിയപ്പോൾ അവിടെ പക്ഷികളും വെട്ടുകാളിയും മറ്റ് ജീവികളൊക്കെ കണ്ടു. അവരൊക്കെ ഷൗട്ട് ചെയ്തു, അവരോടൊക്കെ ഷൗട്ട് ചെയ്തു, ഗോ എവേ, ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. ആസ് വില്യം ക്യാരിഡ് ഹിസ് പ്രൈസ്ഡ് പൊസഷൻസ് ഹോം, ദ വില്ലേജേഴ്സ് സെഡ് ടു ഈച്ച് അതർ, ഹി ഈസ് ക്രേസി, ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ട്രാഷ്. അങ്ങനെ ഇവൻ അവിടുന്ന് ഇവൻ ആവശ്യമുള്ള, ഇവന് വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഈ ഗ്രാമവാസികൾ തമ്മിൽ പറയാണ്, ഇവന് ഭ്രാന്താണ്. ഇങ്ങനത്തെ ഭ്രാന്തുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഈ ചപ്പും ചവറുകളുകൊണ്ടൊക്കെ കളിക്കാൻ പറ്റൂ. ഈ ത്രാഷ് എന്ന് പറഞ്ഞാൽ ചപ്പും ചവറുകൾ. ഓക്കെ, ആഫ്റ്റർ മെനി വീക്സ് വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദ ഡേർട്ട്, എ ബ്രോക്കൺ ബൈസിക്കിൾ, റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ് ആൻഡ് പ്ലാസ്റ്റിക് പൈപ്പ്. There was even a small generator that powered a headlight on a bike. അങ്ങനെ കുറേ ആഴ്ചകൾക്ക് ശേഷം വില്യം എന്ത് ചെയ്ത്, ഇവൻ എടുത്തു കൊണ്ടുവന്ന എല്ലാ ആ കാര്യങ്ങളൊക്കെ നിലത്ത് നിരത്തി വെച്ചു. എ ബ്രോക്കൺ ബൈസിക്കിൾ, ഒരു പൊട്ടിയ സൈക്കിൾ ഉണ്ടായിരുന്നു. റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ്, കറ പിടിച്ച ബോട്ടിലിൻ്റെ മൂടികൾ ഉണ്ടായിരുന്നു. പിന്നെ എ പ്ലാസ്റ്റിക് പൈപ്പ്, പിന്നെ പ്ലാസ്റ്റിക് പൈപ്പുകൾ ഉണ്ടായിരുന്നു. There was even a small generator, ഒരു ചെറിയൊരു ജനറേറ്റർ ഉണ്ടായിരുന്നു. ഹെഡ്ലൈറ്റ്, ബൈക്കിൻ്റെ മേലെ ഹെഡ്ലൈറ്റ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ജനറേറ്ററും കൂടെ ഉണ്ടായിരുന്നു. ഫോർ 3 days ഹി ബോൾട്ടഡ്, ബാങ്ക്ഡ് ആൻഡ് ടിങ്കേർഡ്. അങ്ങനെ 3 ദിവസത്തേക്ക് ഇവൻ തട്ടിയും മുട്ടിയും അതെല്ലാം കൂടെ ചേർത്ത് ബോൾട്ട് ചെയ്തു, അതായത് കൂട്ടിച്ചേർത്തു എന്നർത്ഥം. ചിക്കൻ സ്ക്വാക്ഡ്. ഈ സ്ക്വാക്ഡ് എന്ന് പറഞ്ഞാൽ ഈ കോഴികൾ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അപകടം കാണുമ്പോൾ ചില കോഴികൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും, അപകടത്തിനെ മറ്റു കോഴികളെ അറിയിക്കാനായിട്ട്. അത്തരത്തിലുള്ളൊരു ശബ്ദം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. ഡോഗ്സ് ഹൗൾഡ്, നായ്ക്കൾ ഓലിയിടുക. അതും ഇതേമാതിരി തന്നെയാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം കാണുമ്പോൾ നായ്ക്കൾ അങ്ങനെ കൂട്ടമായിട്ട് അങ്ങോട്ട് ഓളിയിടും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ 2 കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് കൂടാതെ നെയ്ബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്, എന്നിട്ട് ചോദിക്കുകയാണ്, ആസ്ക് ദെംസെൽസ് വാട്ട്സ് ദ ക്രേസി ബോയ് ഡൂയിങ് നൗ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അയൽവാസികൾ തലയിൽ കൈവച്ച്, ആ സന്ദർഭം അങ്ങനെയാണ്, അയ്യോ കഷ്ടം, ഈ ഭ്രാന്തൻ ചെക്കൻ എന്താണ് ഇപ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് തലയിൽ കൈവച്ചുകൊണ്ട് തമ്മിൽ പറയാണ്. അപ്പോൾ ഇവൻ ഇവിടെ 3 ദിവസമായിട്ട് ബാങ്ക്ഡ്, ടിങ്കേർഡ്, ബോൾട്ടഡ്, അപ്പോൾ ഇവനെ അടിച്ച് പൊട്ടിച്ച് തമർക്കുകയാണ് ഒരു സാധനം ഉണ്ടാക്കാനായിട്ട്. ആ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് ഈ അയൽവാസികൾ ഇങ്ങനെ ചോദിക്കുന്നതും ഈ കോഴികൾ ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നതും നായ്ക്കൾ ഓലിയിടുന്നതും. അതാണ് നമ്മൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
But his cousin Geoffrey and his best friend Gilbert soon appeared. അങ്ങനെ ഇവൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവന്റെ കസിൻ ജെഫ്രിയും ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ടും അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ചോദിച്ചു, ദേ ആസ്ക്ഡ് ഹിം, ക്യാൻ വി ഹെൽപ്പ് വിത്ത് ദ ഇലക്ട്രിക് വിൻഡ്? ഈ ഇലക്ട്രിക് വിൻഡ്, അതായത് ഈ കാറ്റാടി യന്ത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ നിന്നെ സഹായിച്ചോട്ടെ. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സെഡ്. അങ്ങനെ ഇവരിവിടെ ചോദിച്ചപ്പോൾ വില്യം പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ള മഴുവൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ വരും. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. അങ്ങനെ വില്യം അവിടെ അടുത്തുള്ള കാട്ടിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. ടുഗദർ ദേ സ്വങ് ദ ഷാർപ്പ് ബ്ലേഡ്സ് ഇൻ ടു ദ ട്രങ്ക്സ് ഓഫ് ട്രീസ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ മരങ്ങൾ മുറിച്ചു തുടങ്ങി. ഇവരടുത്തുള്ള ആ മൂർച്ചയുള്ള മഴ ഉപയോഗിച്ചിട്ട് മരങ്ങൾ മുറിച്ചു. ദേ കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമേർഡ് ദം ടുഗദർ ടു മേക്ക് ദ ടവർ ഓഫ് ദ വിൻഡ്മിൽ. അങ്ങനെ ആ മുറിച്ച മരങ്ങളിൽ നിന്ന് വലിയ വലിയ പലകകൾ മുറിച്ചെടുത്തു. അതെല്ലാം കൂടെ ചേർത്ത് ഹാമർ ചെയ്ത് ആണിയടിച്ച് ഉറപ്പിച്ചിട്ട് വലിയ ഒരു ടവർ ഉണ്ടാക്കി. ഈ വിൻഡ്മില്ലിൻ്റെ ഗോപുരം, ടവർ എന്ന് പറഞ്ഞാൽ വലിയ ഗോപുരം. ദേ ഇറക്റ്റഡ് ദ ടവർ ആൻഡ് ഫിക്സ്ഡ് ദ ഹ്യൂജ് ബ്ലേഡ്സ് ഓൺ ദ ടോപ്പ്. അങ്ങനെ ഈ ടവർ കുത്തനെ നിർത്തി അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? ഹ്യൂജ് ബ്ലേഡ്സ്, ആ വലിയ ബ്ലേഡുകളുണ്ട് അവർ കളക്ട് ചെയ്ത്, അത് പിടിപ്പിച്ചു. വില്യം ഹാഡ് മെയ്ഡ് എ ക്രൂഡ് മോട്ടർ വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് ദ വിൻഡ് ടേൺ ദ ബ്ലേഡ്സ്. അങ്ങനെ വില്യം ഒരു ക്രൂഡ് മോട്ടർ ഉണ്ടാക്കി. ക്രൂഡ് മോട്ടർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അത് പെർഫെക്റ്റ് മോട്ടർ ഒന്നുമല്ല. അപ്പോൾ ആ മോട്ടർ എന്ത് ചെയ്ത് ഇവൻ ഈ വിൻഡ് മില്ലിനോട് ഘടിപ്പിച്ച്, അപ്പോൾ ഈ ബ്ലേഡ്സ് കറങ്ങുമ്പോൾ ഈ മോട്ടറും കറങ്ങും. ആസ് സൂൺ ആസ് ദ വിൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ്. അങ്ങനെ കാറ്റ് ശക്തി കൂടി ഈ ബ്ലേഡ്സൊക്കെ ഈ മുകളിൽ ഘടിപ്പിച്ച ഫാന് വളരെ ശക്തിയിൽ കറങ്ങാൻ തുടങ്ങി, സ്പീഡിൽ. ഹി കണക്റ്റഡ് ദ വയർസ് ഫ്രം ദ മോട്ടർ ടു എ ബൾബ്. ആ സമയത്ത് ഈ മോട്ടറിൽ നിന്ന് 2 വയർ എടുത്തിട്ട് ഒരു ബൾബിലേക്ക് അവൻ കണക്ട് ചെയ്തു. വില്യം, ജെഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റഡ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. അങ്ങനെ ആ ബൾബ് മെല്ലെ മെല്ലെ കത്താൻ തുടങ്ങി. അത് കണ്ടിട്ട് ഈ ഗിൽബർട്ടിനും ജെഫ്രിക്കും വില്യത്തിനും വളരെ ആശ്ചര്യമായി. അങ്ങനെ അവർ നോക്കി നിൽക്കുക ആശ്ചര്യത്തോടു കൂടെ. ഇറ്റ് ഗ്ലോഡ് ഫെയിൻറ്റ്ലി അറ്റ് ഫസ്റ്റ്. വളരെ മങ്ങിയിട്ടാണ് ആദ്യം അത് കത്തി തുടങ്ങിയത്. ബട്ട് ആസ് ദ വിൻഡ് ബിക്കേം സ്ട്രോങ്ങർ ഇറ്റ് ബേൺഡ് ബ്രൈറ്റ് ലൈക്ക് ദ സൺ. അങ്ങനെ കാറ്റിന് ശക്തി കൂടിയപ്പോൾ ഇത് നല്ല സൂര്യനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺലുക്കേഴ്സ് ഷൗട്ടഡ്. ഇത് കണ്ടു നിന്നവരിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വാവ്, നന്നായി ചെയ്തിട്ടുണ്ട്, അടിപൊളി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. സൂൺ എവരിബഡി സ്റ്റാർട്ടഡ് ചിയറിങ്. ഇത് കേട്ടപ്പം എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് വളരെ സന്തോഷത്തോട് ആർപ്പ് വിളിച്ചു. ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എസ്കാറ്റിക്കലി. എസ്കാറ്റിക്കലി എന്ന് പറഞ്ഞാൽ വളരെ ആനന്ദത്തോടുകൂടെ, അതിയായ സന്തോഷത്തോടുകൂടെ, അടക്കാനാവാത്ത സന്തോഷത്തോടുകൂടെ എന്നൊക്കെ പറയാം. അങ്ങനെ വില്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്. ഞാനൊരു കാറ്റാടി യന്ത്രം, അതിൽ നിന്ന് ഞാൻ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഇതാ ഇവിടെ ഈ ചിത്രം കണ്ടില്ലേ? ആ കാറ്റാടി യന്ത്രം കറങ്ങുന്നുണ്ട്, ഇവിടെ ബൾബ് കത്തുന്നു, എല്ലാവരും നോക്കി ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന, വളരെ സന്തോഷമായി എല്ലാവർക്കും. ആ ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ മുകളിൽ വായിച്ച ആ സിറ്റുവേഷൻ്റെ ചിത്രീകരണമാണിത്. ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. വില്യമിന് മനസ്സിലായി അവനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹി ഹാഡ് ഓൺലി മാനേജ്ഡ് ടു ലൈറ്റ് എ ബൾബ് വിത്ത് ഹിസ് വിൻഡ്മിൽ. അവൻ്റെ ഈ യന്ത്രം ഉപയോഗിച്ചിട്ട് ഒരു ബൾബ് മാത്രമേ ഇപ്പോൾ കത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബട്ട് ഹി ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. അവനിപ്പോൾ തുടക്കം കുറിച്ചു. സൂൺ അനദർ മോർ പവർഫുൾ വിൻഡ്മിൽ വുഡ് വർക്ക് എ പമ്പ്. അപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇതിനെക്കാട്ടും കുറച്ചും കൂടെ പവറുള്ള അല്ലെങ്കിൽ വലിയ ഒരു വിൻഡ്മിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ബൾബിന് പകരം ഒരു വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ്, ക്രിയേറ്റിംഗ് ഫുഡ് വേർ വൺസ് ദർ വാസ് നൺ. അങ്ങനെ നല്ലൊരു ശക്തമായ കാറ്റാടി യന്ത്രം ഉണ്ടാക്കിയിട്ട് ഒരു പമ്പ് പ്രവർത്തിപ്പിക്കാൻ പറ്റിയാൽ ഒരിക്കൽ വരണ്ട് കടന്ന് ഒന്നുമില്ലാതിരുന്ന ആ വയലുകൾക്കൊക്കെ നല്ലോണം വെള്ളം നനയ്ക്കാൻ പറ്റും, ഭക്ഷണം നല്ലോണം ഉണ്ടാവും, കൃഷി നല്ലോണം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുക. ഇറ്റ് വുഡ് ബി എ മോർ വണ്ടർഫുൾ മാജിക് ദാൻ വാട്ട് ഹി ഹാഡ് ഹേർഡ് ഇൻ ഹിസ് ഗ്രാൻഡ് പാസ് സ്റ്റോറീസ്. വില്യമിന്റെ മുത്തശ്ശന്റെ കഥകളിൽ കേട്ടിട്ടുള്ളതിനേക്കാൾ അത്ഭുതകരമായ ഒരു മാന്ത്രികതയായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ. ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം.